ഹായ് ഫ്രണ്ട്സ്, ഫെദേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. നമ്മളിവിടെ നിന്ന് നന്ദി ഹിൽസ് പോവുകയാണ് രാവിലെ. ഏകദേശം ഒരു 5:30 മണിയായി രാവിലെ. ഞങ്ങൾ നന്ദി ഹിൽസ് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്നത്തെ യാത്ര ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഫെദേഴ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഏകദേശം 40 മിനിറ്റോളം ഹൈവേ കൂടെ യാത്ര ചെയ്തു. അതിനുശേഷം ഒരു ഡീവിയേഷൻ എടുത്തു. ഇവിടുന്ന് ഇനി ഒരു വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഇനിയുള്ള റോഡുകൾ ചെറിയ റോഡുകളാണ്. അപ്പം ഇവിടുന്ന് ഇനി ഹെയർ പിന്നുകളുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നന്ദി ഹിൽസിലെത്തിയിട്ടുണ്ട്. നമ്മൾ ബൈക്കിൽ വന്നതുകൊണ്ട് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ വരെ ബൈക്കിൽ അലോ ചെയ്യുള്ളൂ. കാറിലാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. നമുക്കിനി ടിക്കറ്റ് എടുത്തതിന് ശേഷം മുകളിലേക്ക് യാത്ര കഴിക്കാം. ഞങ്ങളപ്പോൾ ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 35 രൂപ, അപ്പം മൊത്തം 70 രൂപ ടിക്കറ്റ് എടുത്തു. കാറിൽ വരുന്നവർക്ക് എക്സ്ട്രാ 100 രൂപയാകും. അതുകൂടാതെ വീഡിയോ ക്യാമറകളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനും എക്സ്ട്രാ ചാർജ് ആകും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ ഒരു ടിപ്പൂസ് ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ആരോ കാണും. അവിടെ നമ്മൾ അതുവഴി വരുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പണ്ട് ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന കാലത്ത് ഓരോ ചെറിയ ചെറിയ ലോഡ്ജ് പോലത്തെ പണിത മുറികളാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഇപ്പം പൊളിഞ്ഞ അവസ്ഥയിലാണ്. നമുക്കിനി മുമ്പോട്ട് പോയി നോക്കാം. ടിപ്പൂസ് ലോഡ്ജ് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഒരു ടെമ്പിൾ കാണാൻ സാധിക്കും. ശരിക്കും ടെമ്പിൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ശരിക്കും ആ ടെമ്പിളും കഴിഞ്ഞ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ വന്ന ഹെയർ പിൻ റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും.
ശരിക്കും പറയുകയാണെങ്കിൽ 4875 ഫീറ്റ് സീ ലെവൽ ഉയരത്തിലാണ് നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും നന്ദി ഹിൽസ് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ടിപ്പു സുൽത്താൻ്റെ മെയിൻ പാലസ് മൈസൂരിലുണ്ട്, പക്ഷേ ഇത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് എന്നാണ് നന്ദി ഹിൽസ് അറിയപ്പെടുന്നത്. മറ്റൊരു ആകർഷണം ഇവിടുത്തെ അമൃത സരോവറാണ്. അമൃത സരോവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ള സ്രോതസ്സാണ്. ശരിക്കും ഈ നന്ദി ഹിൽസിലേക്ക് വെള്ളം ഇവിടെ നിന്നാണ് കിട്ടുന്നത്. 1936 മൈസൂർ ദിവാനാണ് ഈ വെള്ള സ്രോതസ് അല്ലെങ്കിൽ ഈ കുളത്തിന് ചുറ്റും ഈ കല്ലുകൾ ഇട്ടതും ഈ മതിലുകൾ പണിതതും. നമുക്കിതിന് ഉള്ളിലേക്ക് കയറാൻ പ്രവേശനമില്ല, പക്ഷേ ഇതൊരു നല്ല കാഴ്ചയാണ്. ചുറ്റും നിന്ന് കാണാൻ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. ഇത് പറയപ്പെടുന്നത് പണ്ട് ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ ഈ കുളത്തിലായിരുന്നു കുളിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നു. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല, പക്ഷെ നല്ലൊരു കാഴ്ചയാണ്. ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട്. നമുക്ക് ഇറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് അതിനൊന്നും ശരിക്കും കാണാൻ സാധിക്കും. അമൃത് സരോവറിൽ നിന്ന് നമ്മൾ മുന്നിലോട്ട് വരുമ്പോഴത്തേക്കിന് ഒരു കുറേ സ്റ്റെപ്പ് നമ്മൾ കയറി പോകണം. ആ സ്റ്റെപ്പ് കയറി ഞങ്ങൾ മടുത്ത് ആക്ച്വലി. അപ്പോൾ അത് കയറി നമ്മൾ ചെല്ലുന്നത് ഇതിൻ്റെ ടോപ്പ് വ്യൂവിലേക്കാണ്. അപ്പം നമുക്ക് പോകാം. സ്റ്റെപ്പ് ഒന്നും കയറാൻ വയ്യ, നല്ല അണച്ചില്ല. ബോഡി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് പറ്റുന്നില്ല. അണച്ചണച്ചൊരു പരുവായി. ഏതോ കാട്ടുവഴിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുക. പഴയ ടിപ്പു സുൽത്താൻ്റെ ഒളിത്താവളമാണെന്ന് തോന്നുന്നു. ഗൊറില്ല അറ്റാക്ക് നടന്നപ്പോൾ പുള്ളി ഒളിച്ച് ഈ വഴി കൂടെ പോയെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്റ്റെപ്പെല്ലാം കയറി നമ്മൾ ഒരു ടോപ്പ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുള്ള സമയത്ത് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേന് ഇത് കാണാനൊന്നും പറ്റത്തില്ല. കാരണം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു മുട്ട് പോലെ മാത്രമേ ഈ മലകളുടെയൊക്കെ മോൾഭാഗം കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് ഞങ്ങൾ ഇത്രയും നാളും വന്നതിനകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഈ വ്യൂ ഫുള്ളായിട്ടൊന്ന് കാണാൻ പറ്റുന്നത്. ഇതിന് താഴെ ഇഷ്ടംപോലെ ഗ്രാമങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഒരു മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും ഒക്കെ നമ്മൾ വരുന്നെങ്കിൽ ഈ മലമുകളിലായിട്ട് ചെറിയ ചെറിയ ചെയറുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള പോർഷനും കാഴ്ചകൾ കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സോ ഇപ്പം നല്ല വെയിലാണ്, ഏകദേശം ചുട്ടുപൊള്ളുന്ന ഒരു വെയിലാണ്. അപ്പം ഇവിടെ ഒരാൾ തണലത്ത് സുഖിച്ചിരിക്കുന്നുണ്ട്. ഒരു റെസ്റ്റ് എടുക്കുന്ന ലേശുണ്ടോ, കൊള്ളാം. ടയർഡായിപ്പോയി, കാരണം ഞങ്ങൾ ശരിക്കും വന്നത് കുറച്ച് ലേറ്റായി. പക്ഷേ രാവിലത്തെ വ്യൂ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിൽ വന്ന കാരണം ഞങ്ങൾക്ക് അത്ര ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ വേർത്തൊലിക്കുന്നൊന്നുമില്ല. ഞങ്ങളിപ്പോഴും സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ പറഞ്ഞ ആ മഞ്ഞിൻ്റെ ബ്യൂട്ടിയൊക്കെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ നല്ല കാറ്റാണ്, നമുക്കിവിടെ ഇരിക്കാനും ഈ പറഞ്ഞ പോലെ സംസാരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ പലയിടത്ത് ഇങ്ങനെ ടെൻറ്റുകൾ പോലെ അവർ അടിച്ചിട്ടുണ്ട് മേളിൽ. പിന്നെ അതുകൂടാതെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇനിയും ഏറ്റവും ടോപ്പ് മോസ്റ്റ് വ്യൂവിലേക്ക് പോവുകയാണ്. അതായത് അപ്പുറത്തെ സൈഡ്, ബാംഗ്ലൂരിൻ്റെ അപ്പുറത്തെ സൈഡ് കാണുന്ന ആ വ്യൂവിലേക്ക് ഞങ്ങൾ പോകും.
മുമ്പോട്ട് വന്നപ്പം വേറൊരു കാഴ്ച നമ്മളിവിടെ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു മേളിക്കൂടാണ് നമ്മൾ നടക്കുന്നത്. അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പം, അതായത് ഈ കാണുന്ന ഈ സ്റ്റെപ്പുകളില്ലേ, ഇതിറങ്ങി താഴേക്ക് വരുമ്പം ഇവിടെ ഒരു ചെറിയൊരു വാട്ടർ ബോഡി, ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒഴുക്കൊന്നുമില്ല, സ്റ്റാഗ്നൻ്റ് ആയിട്ട് കെട്ടി കിടക്കുന്ന ഒരു വെള്ളം. പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് സോഴ്സസ് ഓഫ് പാലാ റിവർ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് പാലാ റിവറിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെള്ളം കാണാം. അത് മഴ പെയ്തപ്പോൾ വന്നതാണോ അതോ ഉത്ഭവം ഇപ്പോഴും ഇവിടെ ഉറവ എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയത്തില്ല. ഇവിടെ പറയുന്ന അത് കഴിഞ്ഞിട്ട് ഈ നന്ദി ഹിൽസിന്റെ ഈസ്റ്റേൺ പോർഷനിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് ഒഴുകുന്നു. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നത് ബേ ഓഫ് ബംഗാളിലാണെന്നാണ് പറഞ്ഞത്. എത്രത്തോളം ട്രൂത്ത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അതെ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബേ ഓഫ് ബംഗാൾ പോയിട്ട് തൊട്ടടുത്തോട്ട് നീങ്ങുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അവർ പറയുന്നത് ഇതിൻ്റെ ഉത്ഭവം ഇവിടെയാണ്, അതായത് ഇത് തുടങ്ങിയിരിക്കുന്നത് ഇവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പാലാ റിവർ. അപ്പം കാഴ്ച നല്ലതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ വിഗ്രഹം വെച്ചിട്ടുണ്ട്, ഏതോ ഒരു മൂർത്തി ഏതാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചന്ദനവും തിരികളും പൂക്കളും ഒക്കെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് വൺ ഓഫ് ദ കാഴ്ച, ഇവിടുത്തെ ഒരു ചെറിയ കാഴ്ച എന്ന് പറയാൻ സാധിക്കും. ഞങ്ങളിപ്പം ബ്രഹ്മാശ്രം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ഇത് ബ്രഹ്മാശ്രം എന്ന് വിളിക്കാൻ കാരണം ഇത് പണ്ട് ഇവിടെ വന്ന ഒരു വലിയ പാറയാണ്, അടിഞ്ഞിരിക്കുന്ന ഒരു പാറയാണ്. ആ പാറയ്ക്കകത്ത് അവർ ക്രേവിങ്സ് ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ ഗുഹകൾ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനകത്ത് അവർ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. നമ്മൾ ആരും ഉള്ളിലേക്ക് കയറി കണ്ടില്ല. നമ്മളായാലും ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശരിക്കും ഒരു വലിയ പാറ വന്നിരുന്ന പാറയിൽ അവർ ക്രേവിങ്സ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ ഉള്ളിൽ പോയി നോക്കാം. മാത്രമേ ഉള്ളൂ, അതായത് കല്ലുകൾ വെട്ടി ഇങ്ങനെ വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്, അതായത് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ വെളിയിൽ എഴുതിയിരിക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അത്ര മാത്രമേ ഇതിനകത്തുള്ളൂ, വേറെ ഒന്നും കാഴ്ചക്കൊന്നും കാണാനില്ല. ശരിക്കും ഇത് നമ്മൾ വന്ന വഴിയിൽ നിന്ന് അടിയിൽ കൂടെ ഒരു ചെറിയ വഴിയാണ്. താഴോട്ട് ഇറങ്ങിയപ്പം നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. ആക്ച്വലി ടിപ്പുവിന്റെ പടനായകന്മാര് വെടിവെക്കാനായിട്ട് നിൽക്കുന്ന സ്ഥലമാണെന്നാ തോന്നുന്നത്. തെന്നിപ്പോയാൽ താഴേന്ന് കിട്ടും. അതെ, തെന്നിപ്പോയാൽ താഴേന്ന് പറക്കിയെടുക്കുകയും ചെയ്യാം. വാ ഇങ്ങ് വാ.
ബ്രഹ്മാശ്രം, അതായത് നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ ഒരു നെല്ലിക്കായ് ബസവന ടെമ്പിൾ കാണാൻ സാധിക്കും. ഇവിടെ ശരിക്കും ഒരു വലിയ നന്ദി, അതായത് ഒരു വലിയ പശു, അതിൻ്റെ ഒരു വലിയ വിഗ്രഹം വെച്ചിട്ടുണ്ട്. ഏകദേശം 11 അടി 10 അടി നീളവും 6 അടി ഉയരവുമുള്ള ഒരു വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദി ആ പ്രതിമയുടെ ചെവിയിൽ ചെന്ന് എന്ത് കാര്യമാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അത് ഫലിക്കുമെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇന്ന് ബസവ നെല്ലിക്കായ് എന്നുള്ള ടെമ്പിളിന് പേര് വരാൻ കാരണം ഈ ഒരു നന്ദിയുടെ ഫ്രണ്ടിലായിട്ടൊരു നെല്ലിക്ക മരം നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബസവ നെല്ലിക്ക ടെമ്പിൾ എന്ന് ഇതിന് പേര് വരാൻ കാരണം. ഇത് ശരിക്കും ഒരുപാട് പേര് ഇവിടെ വരുന്നവർ അതിൻ്റെ ചെവിയിൽ പോയി അവരുടെ വിശ്വാസം അറിയിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ മലയും കുന്നും എല്ലാം കയറി ചാഞ്ച ഒരു കുപ്പിയുടെ പകുതി വെള്ളവും തീർത്ത് ഞങ്ങളിവിടം വരെ എത്തി. ഇവിടെ 2-3 സ്ഥലങ്ങളായ മയൂർ റെസ്റ്റോറൻറ്റ്, അങ്ങനെ 2-3 റെസ്റ്റോറൻറ്റുകളിവിടെ ഉണ്ട്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ATMs ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. UPI ഫോൺ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വരുമ്പോൾ പൈസ കരുതിക്കൊണ്ട് തന്നെ വരണം, അല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ചില സമയത്ത് റേഞ്ചും കിട്ടത്തില്ല. നമ്മൾ ആരെങ്കിലും വിളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കീ 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 എന്ന് മാത്രം കേൾക്കും. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ സാധിക്കും. ശരിക്കും ഇതാണ് ഏറ്റവും ടോപ്പായിട്ട് നിന്ന് വ്യൂ കാണാനുള്ള ഏരിയ. ഇത് അധികം നാളായിട്ടില്ല പണിതിട്ട്, ഏകദേശം ഒരു 5-6 വർഷം ആയിട്ടേ ഉള്ളൂ. കാരണം ഞങ്ങൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പണി ഇവിടെ നടക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഫുൾ ബാംഗ്ലൂരിൻ്റെ ഏരിയ കാണാൻ സാധിക്കും. പിന്നെ അവിടെ കയറി നിന്ന് അടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മറ്റൊരു വ്യൂ പോയിൻ്റാണ്. ശരിക്കും ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ഈ ഒരു വ്യൂ പോയിൻ്റ് നിന്നാലും അത്യാവശ്യം നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്. രാവിലെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വരാൻ പറ്റില്ല, ഞങ്ങൾ വന്നപ്പോഴേക്കും കുറച്ച് വെയിലായി. എന്നാലും നല്ല കാറ്റാണ്. കാറ്റുള്ളതുകൊണ്ട് ഇവിടെ നമുക്കൊരു ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല, നല്ല രസമാണ്. ശരിക്കും ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് ടിപ്പൂസ് ഡ്രോപ്പ് എന്നാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തടവുകാരെയും പണിഷ്മെൻറ്റ് കൊടുക്കുന്നവരെയൊക്കെ ഈ ക്ലിഫിൽ നിന്ന് താഴേക്ക് ഇട്ട് കൊല്ലുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ഇവിടെയും ഭയങ്കര സെക്യൂരിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒത്തിരി ഹൈറ്റുള്ള ഏരിയയാണ്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ വന്ന വഴിയൊക്കെ ശരിക്കും ഇവിടുന്ന് കാണാൻ സാധിക്കും. സിക്സാക് റോഡും അതായത് ഹെയർ പിന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ ശരിക്കും കാണാൻ സാധിക്കും. ടിപ്പു സുൽത്താൻ ആളുപുലിയ.
ശരിക്കും ഇവിടെ ഞാൻ ഇങ്ങനെ നടന്ന് തിരിച്ചു പോകുമായിരുന്നു. അപ്പം ഒരു കാര്യം കണ്ടു. അതായത് ഈ പാത്ത് വേ, നമ്മളിപ്പോൾ നടന്നു വന്ന ഈ പാത്ത് വേയും ഇതിൻ്റെ നന്ദി ഹിൽസിൻ്റെ വോളുകളും എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഫോസിസ് ഫൗണ്ടേഷനാണ്. ശ്രീമതി സുധാ മൂർത്തിയാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഞാൻ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ശരിക്കും അത് എനിക്കൊരു പ്രൗഡ് മൂമെൻ്റ് ആയി. കാരണം നമ്മുടെ കമ്പനി ചെയ്തൊരു കാര്യം ഇത്ര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പാത്ത് വേ ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും കുഡോസ് ഇൻഫോസിസ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ വീഡിയോ ഞങ്ങളവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ദിസ് ഈസ് ഷിൻഡോ ടുഗദർ വിത്ത് കിഷോർ സൈനിങ് ഓഫ്. ബൈ. ബൈ ബൈ.